ചേട്ടാ നാല് ചായ. എന്നാടി ചായ വേണ്ടായിരുന്നു. ആ വേണ്ടെങ്കിൽ വേണ്ട. എടാ കൊടുത്തേ. നീ അമ്മരെ വിളിച്ചോ? ആ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരാന്നാ പറഞ്ഞു. ഡേ ആ എടാ ഞാൻ വിളിക്കായിരുന്ന. ഓക്കെ ബൈ. എപ്പോൾ നോക്കിയാലോടെ ഫോൺ വിളി. ഒരു കാര്യം സംസാരിക്കാൻ വിളിച്ചാ. ആടെ ദേവന്മാര് വന്നു. ആ നല്ല മധുരം. ചായ വേണോ? ആ ചായ പറഞ്ഞു, 2 ചായ പറഞ്ഞു. ചേട്ടാ 2 ചായയും കൂടെ. ഇടിയപ്പൂ ഇതത്തെ നിസ്സാരക്കാര്യൊന്നുമില്ല. സാഗർ ഒന്നാം തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. എൻ്റെ ഉള്ളിൽ വെറുതെ നീ എഴുതില്ല എണ്ണ വയ്ക്കല്ലേ. ഓ ഇതിന് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പടർന്നോളും. നമ്മ പുള്ളിക്കിട്ടൊരു പണി കൊടുക്കണായിരുന്നു, പക്ഷെ ഇത്ര കടുപ്പിച്ച് വേണ്ടായിരുന്നു. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടാ. അങ്ങേര് നമ്മളെ പ്രിൻസിപ്പള് മാത്രമല്ലല്ലോ, വൈദ്യനും കൂടെ അല്ലേ. വൈദ്യന നീ തൊട്ടി ഫോണിൽ നോക്കിയിരിക്കണേ, ഏതേരം നോക്കിയാലും. ആ പഷ്ട് അവക്ക് കക്കുസി പോണെങ്കി വരെ ഫോൺ വേണം അവളോട്. അതെന്തിനാ? വെട്ടം വേണ്ടേ? വാറിനടുത്ത് എത്ര നാളായെന്ന് ലൈറ്റിട്ട് തരാൻ പറഞ്ഞിട്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. ഒരു മിനിറ്റ്, നീ എന്താ പറഞ്ഞേ? വൈദ്യെന്നോ വൈദികന്നാണോ ഉദ്ദേശിച്ചത്? അതെ. നീ ഡിഗ്രിക്കല്ലേ പഠിക്കണേ? എന്താ വിവരം? എടാ കുട്ടാ, നീ എന്നെ വിവരം പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഐ വിവരം പഠിപ്പിക്കാൻ വന്ന ആളെ കുരിശിൽ തറച്ച ലോകാണിത്. നീ തൊട്ടൊരു ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞേ. അത് നിങ്ങളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞിരിക്കാണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനണ്ടാക്കോ? എന്ത് തീരുമാനം? പ്രിൻസിപ്പൾ പറഞ്ഞാൽ വീട്ടുകാരെ കൊണ്ടുവരുന്ന, വീട്ടുകാരെ കൊണ്ടുവരണം. എടാ അതിനെ വീട്ടുകാർ പുറത്തല്ലേ. എടി അതൊരു പ്രശ്നമുള്ള കേസല്ല. നീ നിന്റെ ഗാർഡിനാന്ന് പറഞ്ഞ ആരെങ്കിലും കൊണ്ടുവന്നാ മതി. സിമ്പിൾ. ആ എടാ അതിന് എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല, പിന്നെ ഞാൻ എവിടെ നിന്നാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോണ്ട് വരണേ. എടി അത് ഞങ്ങൾ എല്ലാവരോടും നിനക്ക് സെറ്റാക്കി തരും. ആ അതിന് പറ്റിയ ഒരാൾ എൻ്റെ ഉണ്ട്. ആരാ? സുരേന്ദ്രൻ, ആട്ടോ സുര. ആ ഇനി അയാളും കൂടെ കുറവുള്ളൂ. എന്റെ മച്ച ചുളി പറയല്ലേ, അവൻ പറയട്ടെ. ഏത് വേഷവും നൈസായി ഡീൽ ചെയ്യണം. മുരിങ്ങൂരിലെ ഏക സ്ഥാപനം ആട്ടോ സുര. കഥയില്ലാത്തവൻ ഗതിയില്ലാത്തവൻ കഥയാകുന്നൊരു ക്യാമ്പസ്. കഥയില്ലാത്തവൻ